തനിനാണ് ഫിറ്റ്നസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴേ നമുക്കെല്ലാവർക്കും പേടിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ. പക്ഷേ ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഐസ്ക്രീം, പൊറോട്ടയൊന്നും ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുകയും ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഡയറ്റ് എടുക്കുന്ന ഓരോ ഡയറ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഞാൻ ഡയറ്റ് എടുത്തത് ഞാനൊരു രീതിയാണ് ഫോളോ ചെയ്തത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളൊരു ഡയറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതൊരു രീതിയാണ്, ഒരു ഭക്ഷണ രീതിയാണ്. ഭക്ഷണം എങ്ങനെ കഴിക്കാം എന്നുള്ളതൊരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്താൽ നമുക്ക് എന്ത് ആഹാരം വേണേലും കഴിക്കാം. ഞാനാണെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് എൻ്റെ എനിക്കൊരു ദിവസം എത്ര എടുക്കാം, എനിക്ക് ഒരു ദിവസം എത്ര കലോറി എടുക്കാം എന്നുള്ളൊരു ഇതനുസരിച്ചാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എനിക്ക് എന്ത് ആഹാരം വേണേലും എനിക്ക് കഴിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഷുഗർ കട്ട് ചെയ്തു കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്ത്. പിന്നെ വീക്ക്ലി വൺസ് മാത്രമേ കഴിക്കത്തുള്ളൂ. അത് ഷുഗർ കഴിക്കുമായിരുന്നു വീക്ക്ലി വൺസ്. കംപ്ലീറ്റ് ആയിട്ട് 3 മാസം ഒന്നും തൊടാതിരുന്ന അങ്ങനൊന്നുമില്ല, വീക്ക്ലി വൺസ് കഴിക്കുമായിരുന്നു. ബാക്കി ഒന്നും ബാക്കി ദിവസങ്ങൾ ഷുഗർ എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഷുഗർ നമ്മൾ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ എടുക്കുമ്പോൾ അതിനകത്ത് നല്ല ഷുഗറാണ്. പിന്നെ നമ്മൾ ബനാന, നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അതിനകത്ത് നല്ല ഷുഗറാണ്. ഡേറ്റ്സ്, ഇതിനകത്തൊക്കെ നല്ല മധുരമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് അതിൽ കൂടുതൽ കഴിക്കുന്നത്? നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഷുഗറേ കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനൊന്നുമില്ല. കഴിക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് ഒരു നേരം നമുക്ക് ചായക്കകത്ത് മധുരം ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യാം, ബിസ്ക്കറ്റ് കഴിക്കാം. പക്ഷേ പ്രോസസ്സിങ് സ്ലോ ആയിരിക്കും. 6 മാസം കൊണ്ട് വെയിറ്റ് കുറയുന്നുണ്ട്, 6 മാസം കൊണ്ട് നമുക്ക് കുറഞ്ഞാൽ മതി എന്നുള്ളവരാണെങ്കിൽ ഈ ഷുഗറൊക്കെ ആഡ് ചെയ്ത് ചെറുത് കഴിച്ചാൽ കുറച്ചാൽ, അല്ലെങ്കിൽ 1 വർഷം കൊണ്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ചെറുത് കുറയ്ക്കാം. പക്ഷെ ഞാനാണെങ്കിൽ 3 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി. എൻ്റെ ഗോൾ കംപ്ലീറ്റ് ആക്കിയത് ഞാൻ 3 മാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രോസസ്സിങ്, നമ്മൾ ഷുഗറും നമ്മൾ മറ്റു കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ടല്ലോ, അത് സ്ലോ ആയിരിക്കും. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഷുഗറും സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാം. അത് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് അതൊന്ന് കുറയ്ക്കാം. നമ്മൾ ഈ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് മെൻ്റലി ഫിസിക്കലി നമ്മുടെ ഇതായിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുഡ്നെസ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജീവിതത്തിന് അതൊരു ശൈലിയായിട്ട് കൊണ്ടുപോകും. പക്ഷേ എനിക്കറിയാവുന്ന ഒരു യൂട്യൂബറുണ്ട്, ഞാൻ പണ്ട് തൊട്ടേ ആ പുള്ളിക്കാരിയുടെ ചാനൽ പിന്നെ ഇതാക്കുന്നത്. അപ്പം നല്ല വെയിറ്റ് ലോസ് എടുത്തിട്ട് ഇപ്പം നന്നായിട്ട് പിന്നെ വെയിറ്റ് ഗെയിനായിട്ട് ഭയങ്കര തടിയായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കും, പിന്നെ വെയിറ്റ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. പക്ഷെ അത് എനിക്ക് യൂട്യൂബിനകത്തുള്ളവരെ മാത്രമല്ലേ നമ്മൾ വെയിറ്റ് ലോസ് എടുക്കുന്നതും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ട്രാൻസ്ഫർമേഷനും ഒക്കെ നമുക്കറിയത്തുള്ളൂ. അല്ലാതെ എൻ്റെ ചുറ്റുവട്ടത്തിലൊന്നും ആരും ഇങ്ങനെ വെയിറ്റ് കുറച്ചായിട്ടൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ എടുക്കുന്നുണ്ട്, താല്പര്യമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. പക്ഷെ ഒരുമാത്രം 32 കിലോ എങ്ങാണ്ടാണ് ആ പുള്ളിക്കാരി കുറച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെയിറ്റ് ആയി, പിന്നെ അതിന് ഡബിളായിട്ട് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടാണ്, ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എന്നിട്ട് പോലും പിന്നെ മെയിൻറ്റെയിൻ ആയിട്ട് പോകാനെ കൊണ്ട് പറ്റുന്നില്ല. വർക്ക് ലോഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ലൈഫിലോ മുന്നോട്ട് പോകണം. എപ്പോൾ എനിക്ക് വണ്ണം വെക്കുന്നൊന്നും ഞാനില്ല. റിമിറ്റോമി ആണെങ്കിലോ ഇങ്ങനെ പറയാനായിട്ട് എപ്പോൾ എന്നെ അതിന് കൈവിട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പോകുന്നിടത്തോളം നല്ലതായിട്ട് എനിക്ക് അറിയില്ല, എനിക്ക് പോകുന്നൊക്കെ ഞാനൊരു ഇൻ്റർവ്യൂ പറയാനായിട്ട്. അതുപോലെ എനിക്കും അറിയത്തില്ല ഈ ക്രേവിങ്സ് ഒക്കെ എപ്പോഴാണ് കൂടുന്നത്, അല്ലെങ്കിൽ വേണ്ട പിന്നെ നമുക്ക് ഒരു ജീവിതമുള്ള നമുക്ക് കഴിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് എപ്പോഴാണ് മാറുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഞാൻ കുറേ വീഡിയോസ് വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവരുടെയും കാണും. അങ്ങനെ കുറേ മോട്ടിവേഷണലായിട്ടുള്ള ഇതൊക്കെ കണ്ടാണ് ഞാനും
ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇനി ഹെൽത്ത് ബെനിഫിറ്റ്സ്, നമുക്ക് വെയിറ്റ് കുറഞ്ഞാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.